ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, നിങ്ങൾ ഇതുവരെ ഹിന്ദി എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. മറ്റു ചിലതിൻ്റെ കുറച്ച് ഫോർമാറ്റുകളും പഠിച്ചു വെച്ചിട്ടുണ്ടാകും. കാരണം നിങ്ങൾ അവിടെ ചിന്തിക്കുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് പാസ് മാർക്ക് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് SSLC എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്ന ചിന്തയോടുകൂടി വേണം ഇനി നിങ്ങൾ പഠിക്കാൻ. ഇനിയും നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ് മാർക്ക് മതി, പാസ്സായാൽ മതി, അല്ലെങ്കിൽ ഒരു 50% മാർക്ക് മതി എന്ന ചിന്ത നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കുവാൻ. അപ്പോൾ എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, എത്ര പഠിച്ചിട്ടും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എക്സാം എഴുതുമ്പോൾ പല വാക്കുകളും കിട്ടുന്നില്ല, പഠിച്ച ആൻസർ എഴുതാൻ പറ്റുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കുറേ ഞാൻ പരിശ്രമിച്ചിട്ടും ഹിന്ദി മാത്രം എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, മറ്റ് സബ്ജക്റ്റിനൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഹിന്ദിയിൽ മാത്രം എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും അല്ലേ? അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത്രയും കാലം ഞാൻ പഠിച്ചതിൽ നിന്ന് ഇനി എങ്ങനെ പഠിച്ചാൽ എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതുവരെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചു, അതല്ലെങ്കിൽ എഴുതി പഠിച്ചു, അതല്ലെങ്കിൽ ഒരുപാട് തവണ അത് വായിച്ച് മനസ്സിലാക്കി, എന്തൊക്കെ ചെയ്തിട്ടും പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വരുമ്പോൾ ടീച്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്കായിരിക്കും. ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുന്നത് പകുതി മാർക്കായിരിക്കും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ പ്രതീക്ഷിച്ച പോലെ 4 മാർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ 3 ചോദ്യത്തിൽ നിന്ന് നമുക്ക് 2 മാർക്ക് വീതം നഷ്ടപ്പെടുമ്പോൾ അവിടെ നമുക്ക് നഷ്ടം വരുന്നത് ശരിക്കും എത്രയാണ്? 6 മാർക്കാണ് അല്ലേ? അത് നിങ്ങളുടെ ഗ്രേഡിനെ തന്നെ കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ഒരു അബദ്ധം ഇനി നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം? നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്ന സമയത്ത്, ഇത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ദുലാന ചാഹിയേ അല്ലെ? മേഘത്തെ കണ്ടുകൊണ്ട് കുടത്തെ മറയ്ക്കരുത്. ദുക്കാൻദാറിനെ ഏസാ ക്യോ കഹ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇതൊരു ചൊല്ലാണ് അല്ലേ? മേഘം വരുന്നത് വെച്ചാൽ കാർമേഘത്തെ കാണുമ്പോൾ തന്നെ കുടം മറയ്ക്കാൻ പാടില്ല എന്ന് കടക്കാരൻ പറയുന്നു. എന്തുകൊണ്ടാണ് കടക്കാരൻ ഇങ്ങനെ പറയുന്നത്? അതല്ലെങ്കിൽ കടക്കാരൻ ഇങ്ങനെ പറയാനുള്ള സന്ദർഭം എന്ത് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക. അപ്പോൾ നിങ്ങളൊന്ന് ആ കഹാനി എന്തായിരുന്നു ഒന്ന് ചിന്തിക്കുക. ഏത് സന്ദർഭത്തിലാണ് കടക്കാരൻ ഇങ്ങനെ പറയുന്നത്? ആ കഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴാണ്? നമ്മുടെ കഥാപാത്രമായ സാഹിൽ പെണ്ണിൽ മഷി നിറയ്ക്കാൻ വേണ്ടി ദുക്കാൻ പർ ജാത്തേ ഹെ അല്ലേ? ദുക്കാൻ കടയിലേക്ക് പോകുന്നു. അപ്പോഴാണ് കടക്കാരൻ അങ്ങനെ കടയിൽ പോകുമ്പോഴാണോ പറയുന്നത്? അല്ല, കടയിൽ വെച്ച് കടക്കാരൻ ഒരു പ്രത്യേക കാര്യം അറിയുന്നു. എന്താണ് ആ കാര്യം? കടയിൽ പോയി മഷി നിറയ്ക്കാലോ എന്ന ധാരണയിൽ നമ്മുടെ സാഹിൽ പെണ്ണിൽ അവശേഷിച്ചിരുന്ന മഷിയെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു അല്ലേ? തൂത്ത് കളയുന്നു. അതുകൊണ്ടാണ്, അത് കേട്ടപ്പോഴാണ് നമ്മുടെ കടക്കാരൻ ദുക്കാൻദാർ ഇങ്ങനെ പറയുന്നത്. ആരെങ്കിലും കാർമേഘം കണ്ടിട്ട് കുടത്തിലുള്ള വെള്ളം മറയ്ക്കുമോ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ആൻസർ ആയിട്ട് എഴുതും? അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിച്ച് വെച്ച ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളെ വേണം നമുക്ക് ഹിന്ദിയിലേക്ക് മാറ്റി എഴുതാൻ അല്ലേ? പെൻമേ സ്യാഹി ബർനെ ദുക്കാൻ ജാനെ കെ പെഹലെ സാഹിലിനെ പെൻമേ ജോ സ്യാഹി ബച്ചി തി അല്ലേ? സാഹിലിൻ്റെ പേനയിൽ പെൻമേ സ്യാഹി ബർനെ പേനയിൽ മഷി നിറയ്ക്കാൻ. പെൻമേ സ്യാഹി എന്ന് പറഞ്ഞാൽ എന്താ? സ്യാഹി. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്യാഹി ബർനെ. ഇങ്ങനെ നിങ്ങൾ എല്ലാ സെൻറ്റൻസും വായിച്ചു നോക്കുക. പെൻമേ ജോ സ്യാഹി ബച്ചി തി ഉസേ ജമീൻ പർ ചിടക് ദിയ യഹ് സുൻകർ दुकानदार ने कहा बादल को देखकर गधे को नहीं दुलाना चाहिए. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ നിങ്ങൾ വായിക്കുന്നു. ഇനി നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പെൻമേ സ്യാഹി ബർനെ എന്ന് വെച്ചാൽ ബർന എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ദുക്കാൻ ജാനെ കെ പെഹലെ, ദുക്കാൻ ജാനെ കെ പെഹലെ, ദുക്കാൻ കടയാണ്, ജാന എന്ന് പറഞ്ഞാൽ പോകുന്നതിനേക്കാൾ, പെഹലെ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ.
സാഹിലിനെ പെൻമേ ജോ സ്യാഹി ബസ്ചി തി. സാഹിൽ പേനയിൽ അവശേഷിച്ചിരുന്ന മഷി ഉസേ ജമീൻ പർ ചിടക് ദിയാ. അതിനെ നിലത്തേക്ക് എന്ത് ചെയ്തു? തൂത്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ, നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത വാക്കുകൾ ഏതൊക്കെയാണോ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കറിയാത്ത ഏതൊക്കെ വാക്കുകൾ ഈ ആൻസറിലുണ്ടോ അതൊന്ന് എഴുതി വെക്കുക. സ്യാഹി, അതിൻ്റെ അർത്ഥം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. മഷി. ഇനി ദുഃഖ ബർണ. ബർണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറയ്ക്കുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സ്പെല്ലിങ് കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക, അക്ഷരങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ബർണ ബാണ്. ജാനേ കെ പെഹലെ. പെഹലെ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ, ആദ്യമേ. പെൻമേ ജോ സ്യാഹി ബച്ചി. ബച്ചി എന്ന് പറഞ്ഞാൽ എന്താ? അവശേഷിച്ച. ഉസേ ജമീൻ പർ. ജമീൻ, നിലം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് വേർഡ്സ് നിങ്ങൾ എന്താക്കണം? നോട്ട് ചെയ്ത് വെക്കണം. പെഹലെ, മുന്നേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു ആൻസറിലുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ, യഹ് സുൻകർ. സുൻകർ കേട്ടിട്ട്, കേട്ട്. ചിടക് ദിയ. ചിടക്കിന. ചിടക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബോട്ടിലുള്ള അല്പ വെള്ളമൊക്കെ നമ്മൾ ചിന്തിക്കളയില്ലേ, അത് തന്നെ. അതിനെയാണ് ചിടക്കിന എന്ന് പറയാം. അപ്പോൾ സുനിക്കർ നമ്മൾ പറഞ്ഞു കേട്ടിട്ട്. ബാദൽ കോ ദേഖ് കർ. ബാദൽ. ബാദൽ എന്താണ്? മേഘം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ച വേർഡാണ്, എങ്കിലും നിങ്ങൾക്കറിയാത്തത് എന്തൊക്കെ വേർഡ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് ഓരോ വേർഡിൻ്റെയും അർത്ഥം ആദ്യം പഠിക്കുക. ഈ വേർഡിൻ്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വേർഡിൻ്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെൻറ്റൻസ് അർത്ഥത്തോടു കൂടെ വേണം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗുണം ചെയ്യും. വൺ വേർഡ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ വേർഡിൻ്റെ മീനിങ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മീനിങ് എടുത്ത് എഴുതാൻ പറ്റും. പിന്നെ ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം മനസ്സിലാകുന്നത് കാരണം ഇനി ഇതേ ചോദ്യം, ഇതേ ഉത്തരം തന്നെ വരുന്ന മറ്റൊരു ചോദ്യം വേറൊരു രീതിയിൽ ചോദ്യം വന്നാലും നിങ്ങൾ അവിടെ എന്താകുന്നില്ല? ആൻസർ നിങ്ങൾക്ക് അറിയാതെ പോകുന്നില്ല. കാരണം ഈ ആൻസറിൻ്റെ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാം, സെൻറ്റൻസിനെ എങ്ങനെ എഴുതണം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? അത് അവിടെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി ഇതിനേക്കാൾ വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലെറ്റർ, ഡയറി, ഇതൊക്കെ പഠിക്കുമ്പോഴും നിങ്ങൾ വേർഡ്സ് ഇതുപോലെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. അതിന് മുൻപേ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ആൻസർ പഠിച്ചു നോക്കൂ. ഷുവറായിട്ടും നിങ്ങൾക്കത് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ എത്ര സമയം അതിനു വേണ്ടി ചിലവഴിച്ചോ അതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് അത് മറന്നു പോകാത്ത വിധത്തിൽ നിങ്ങൾക്ക് ആ ആൻസർ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ ഈ ട്രിക്ക് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വലിയ ഒരു മെസ്സേജ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് കുട്ടികൾ ഇത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇനിയും മറ്റു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.